നമുക്ക് വരികയാണ്. ഏറ്റവും വലിയൊരു സന്തോഷം നമുക്ക് ഈ സമയത്ത് ഇവിടെ എത്തുക എന്നുള്ളതാണ്. നമുക്ക് താങ്ക് യു മമ്മൂക്ക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നത് ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നന്ദി പറയുക ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫിലിക്സിനെ നിങ്ങളുടെ പ്രതിഷ്ഠിത പദമായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? ആൻവിറ്റ ഫിലിക്സ് ഈ നിൽക്കുന്ന സ്റ്റെഫൻ സെബാസ്റ്റ്യനെ നിങ്ങളുടെ പ്രതിഷ്ഠിത പദമായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? ദൈവം നിങ്ങളുടെ ഈ തീരുമാനത്തെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കട്ടെ. Thank you.
നിങ്ങളിപ്പോൾ കൈമാറുന്ന മോതിരങ്ങൾ സൂചിപ്പിക്കുന്ന പവിത്രമായ പ്രതിജ്ഞ ആദരിക്കുവാൻ നിങ്ങൾ ശരിയാവട്ടെ. ദൈവം നിങ്ങളോട് കൂടിയാലായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അൻപയുടെ മോതിരം ആംഗ്ലപ്പുഴ കയ്യിലേക്ക് സ്റ്റെഫാൻ എടുക്കാമോ അല്ലേ? കുടുംബാംഗങ്ങളാണ്. ബൈജുവിൻ്റെ ഫാമിലിയും ഷെൽജുവിൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു സെലിബ്രിറ്റി ആയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, സൂപ്പർ സ്റ്റാർസ് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടാണ് ഇത്. കാരണം ഷൂട്ടിംഗ് നടക്കുന്ന ഓപ്പോസിറ്റാണ്. അപ്പം അന്ന് ഇവിടെ ഓരോ ദിവസം വരുന്ന പോലെ തന്നെയാണ് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നത്. ബൈജുവിനൊക്കെ മകളൊക്കെ കെട്ടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ സിനിമ ആദ്യമായിട്ട് കാണുന്ന കാലഘട്ടം മുതൽ നമ്മൾ കാണുന്നൊരു ഫേസാണ് ചെയ്തത്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക വന്നപ്പോൾ തന്നെ അറിയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണെന്നുള്ളത്. അത്രയും ബന്ധമുള്ളതാണ്. ലാലേട്ടൻ വരുന്നില്ലേ? ഇല്ലേ? വരൂ. ആ പിന്നെ സുരേഷ് ചേട്ടൻ വരുത്തല്ലേ?
ഇതൊക്കെ എല്ലാവരും വന്നതിന് തുല്യമാണ് നമ്മളൊക്കെ വരുന്നത്. നമ്മളെല്ലാം ചേർന്നതാണ്. ആരെ വേണമെങ്കിലും നമുക്ക് അനുകരിക്കാനും പറ്റും, ആരെ വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. വളരെ സന്തോഷം. ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ശരിക്ക് ഷെൽജുവും സിനിയും കൂടി കയറണം കേട്ടോ. കാരണം എനിക്ക് ആവശ്യമുള്ളത് അവരാണ്. അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇവിടുന്ന് ഭക്ഷണം തരാറൊന്നുമില്ല. ഷെൽജുവാണ്. ഷെൽജുവിനും സിനിയും പ്രത്യേകം. കാരണം ഈ തടിയുടെ ഒരു ഭാഗം ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇവിടുന്ന് കൂടിയുള്ള ഭക്ഷണത്തിൻ്റെ ചെയ്യുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് ഇൻഷാല്ലാ. ഷെൽജും സിനിയും സ്റ്റേജിലേക്ക് രഞ്ജി രേഖ വയസ്സ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജിൻഡു ഇവിടെ ഇപ്പുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ വിന്നർ നമുക്കിടെ ബാല ഇതുപോലെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ബാലയുടെ കല്യാണം മുതൽ ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ബാലയോട് പറഞ്ഞത്. ബാലയും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. ബാല ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ വരുന്നത് അല്ലേ? ബാലൊക്കെ ആദ്യം ഒരു ലൈൻ കൊടുക്കട്ടെ. ബാലനെ വൈറലാക്കണമെങ്കിൽ ഒന്നുകൂടി ആൾക്കാർ ഞാനിവിടെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ പറയുന്നത് എങ്ങനെ ഇദ്ദേഹത്തിന് പരിചയം എന്ന് പറയുന്നത് നമ്മുടെ ബൈജു ചേട്ടന്. അപ്പോൾ ഒരു ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ചാനലിൽ എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ ഇൻ്റർവ്യൂ? ഒന്നുമില്ല സാർ, നിങ്ങൾക്ക് പൈസ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് പൈസ കിട്ടുമോ? എന്താ പരിപാടി, എന്താ കൺസെപ്റ്റ് എന്ന്? ഒരു 4 സുഹൃത്തുക്കൾ നിങ്ങളെ കുറിച്ച് നല്ലത് പറയും. ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ബൈജു ചേട്ടനാണ് എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതാരാണ്, എനിക്ക് അത്ര പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പേയ്മെൻറ്റ് പുള്ളി മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് ആദ്യം ഞാൻ ടി വിയിൽ കാണുന്നത്. ശരിക്കും എന്നെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ക്യാരക്ടർ എന്താണ്, എൻ്റെ വ്യക്തിത്വം എന്താണ് മനസ്സിലാക്കിയിട്ടാണ് ആ പ്രോഗ്രാമിൽ ഒന്നിനെ കുറിച്ച് സംസാരിച്ചത്. അത് ഇന്നേ വരെ ആ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല. ആ സ്ക്രീനിൽ കണ്ട ബൈജുയോട് ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഞാനൊരു ഹിന്ദുവാണ്. ശരിക്കും ഇന്നേ വരെ ഞാൻ വിചാരിച്ചത് ബൈജു എഴുമുന്ന ആ ചേട്ടൻ എന്ന് പറയുമ്പോൾ പുള്ളി ഹിന്ദു ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും ക്രിസ്ത്യൻ അറിയില്ല. ഇവിടെ എത്തുമ്പോഴാണ് സെബാസ്റ്റ്യൻ ചർച്ചിന് മറ്റേ ഇത് എന്നത്. സത്യം പറയാണ്, ഇന്ന് രാവിലെ 5:45 മണിക്ക് ഞാൻ എഴുന്ന 6 മണിക്ക് ഞാൻ ചർച്ചിൽ പോയത്. അത് വല്ലപ്പോഴും ഞാൻ അങ്ങനെ ചർച്ചിൽ പോകാറുണ്ട്. ഇന്ന് ഞാൻ 6 മണിക്ക് മാലാല് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നത്തെ ദിവസമേ എനിക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ദിവസം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ജീവിതം തുടങ്ങുന്ന ഇവർ 2 പേർക്കും ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് കിട്ടി. ജീസസ് പറഞ്ഞു നിങ്ങളുടെ ജീവിതം അടിപൊളിയായി. മനസ്സാര പ്രശ്നം എനിക്ക് ഇൻഫർമേഷൻ വെളുപ്പിനെ കിട്ടി. ഇനി നിങ്ങൾക്ക് ജീവിതം മുഴുവൻ കിട്ടും, ഐശ്വര്യം കിട്ടും. പിന്നെ ഒരു വാക്ക് കൂടെ പറഞ്ഞേ പറ്റും. ഈ വേദിയിൽ ഡാഡിക്ക് കയ്യടി കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും. ഇദ്ദേഹം കാണുമ്പോൾ മനസാക്ഷി തൊട്ട് നിങ്ങൾ പറയും യാരാണ് യൂത്ത്? ഈ ബൈജു അങ്കിളാണോ ഡാഡി യൂത്താണോ? സത്യത്തിൽ നിങ്ങളാണ് ഈ വേദിയിലെ യൂത്ത്. ഇവിടെ നിറച്ചുപോയി, താഴെയിട്ട് നിറച്ചുപോയി. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഈ ഒരു വേദിയിൽ ഒരു കുടുംബമായിട്ട് എന്നെയും ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നന്നായി ജീവിക്കുന്നു. താങ്ക് യു. ലിസ്റ്റിൻ സ്റ്റീഫൻ, മലയാളത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ലിസ്റ്റിൻ, ഹോസേബജൻ സാർ, അതുപോലെ ഷീലു, എല്ലാവരും സന്തോഷത്തോടെ സ്റ്റേജിലേക്ക്. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും, അതായത് എന്തൊരു ഉദ്ഘാടനം വന്നാൽ പോലും ആരിഫ് സാറാണ് ചെയ്യുന്നത്. ഇന്നും ഞാൻ വിളിച്ചു വന്നിട്ട് അപ്പം പോയി കളയാൻ പാടില്ല, എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ. ഇതുവരെ ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ ബ്രദർ ബൈജുവിൻ്റെ മക്കൾ സ്റ്റെഫനും മൻഡേറ്റ് ഇന്ന് മുതൽ അവർ വിവാഹിതരായ കുടുംബ ജീവിതത്തിലേക്ക്. വിവാഹം അടുത്ത ദിവസമാണ്, അടുത്ത മാസമാണ്. എങ്കിലും അവർ വധുവരന്മാരായി കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടേറെ പേരുടെ പ്രാർത്ഥന, അവരുടെ സാന്നിധ്യം, അവരുടെ എല്ലാവരുടെയും മനസ്സ് ഈ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ
ബഹിർസ്ഫുരണമാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. ഒട്ടേറെ ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതെല്ലാം ഈ കുടുംബത്തോടുള്ള അവരുടെ ആഭിമുഖ്യവും സ്നേഹവും സൗഹാർദ്ദവുമാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നല്ല സ്നേഹത്തോടുകൂടി നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം ഇവർക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാർപ്പിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മൾ അവിടെ ഫുഡ് കൗണ്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് കഴിക്കാം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എനിക്കൊരു ട്രൂപ്പുണ്ട്, ത്രില്ലർ ബാൻഡ് എന്നുള്ള രാജേഷ് ചേർത്തല. ഒരുപാട് ബിഗ് മ്യൂസിഷ്യൻസ് ഉണ്ട് അവിടെ. അവരുടെ പ്രോഗ്രാം കാണാം. പതിയെ റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന് സന്തോഷത്തോടെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ ഇന്ന് ചേരുന്ന സ്റ്റെഫാനും അൻലിറ്റയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് മുതൽ ഞങ്ങളെ കൂടെ ചേർത്ത് വയ്ക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഒരു എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ബൈജു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു വർഷങ്ങളായിട്ട് നമുക്ക് നാടിൻ്റെ അഭിമാനമായിട്ടുള്ള വലിയൊരു കലാകാരൻ കൂടെയാണ്. നമ്മുടെ നാടിന് കിട്ടിയ സ്വന്തമായിട്ട് കിട്ടിയ അഭിമാനമായിട്ടുള്ള കലാകാരനാണ്. ഏതായാലും ഈ കുടുംബം ഒത്തിരി അനുഗ്രഹമുള്ളൊരു കുടുംബമാണ്. ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് അനുഗ്രഹമുള്ളൊരു കുടുംബമാണ്. Shall we all take our seats? The function is about to begin. ബൈജുവിൻ്റെ മനസ്സുപോലെ തന്നെ വളരെ അനുഗ്രഹീതനായ ഒരു വരുമാനത്തിന് കിട്ടി. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേർന്നു. നല്ല കുടുംബജീവിതം നയിക്കട്ടെ, നല്ലത് വരട്ടെ, പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഈ സമയം ഇത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമായ സ്റ്റെഫാനോടൊപ്പം അവരുടെ നന്മ നിറഞ്ഞ കുടുംബത്തോടൊപ്പം അനുഗ്രഹിക്കണമേ. ആമേൻ.